ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയെ ഇസ്രയേലും യുഎസും ചേർന്ന് വധിച്ചിരിക്കുന്നു. ഇനി ആരാകും ഇറാനെ നയിക്കുക? ആധുനിക കാല യുദ്ധങ്ങളിൽ സാധാരണ വ്യോമാക്രമണം നടക്കാറ് രാത്രിയോ പുലർച്ചെയോ ആണ്. ഗാസ, യുക്രൈൻ എന്നിവിടങ്ങളിൽ നാം അത് കണ്ടതാണ്. എന്നാൽ ഇറാനിൽ വ്യോമാക്രമണം നടന്നത് നേരം പുലർന്നു കഴിഞ്ഞാണ്. ശനിയാഴ്ച പകൽ ഏതാണ്ട് 9:15 ആദ്യ ആക്രമണം. പകൽ 10:00 ടെഹ്റാനിലെ പാസ്റ്റർ സ്ട്രീറ്റിൽ 2 റൗണ്ട് ആക്രമണം ഉണ്ടായത്. അയത്തുള്ള അലി ഖമീനിയുടെയും പ്രസിഡന്റ് മെസൂദ് പെസഷ്കിയാന്റെയും മറ്റുന്നതോദ്യോഗസ്ഥരുടെയും ഓഫീസ് ഇവിടെയാണ്. അതായത് ഇവരെയെല്ലാം വധിക്കുക, ഇറാന്റെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയായിരുന്നു പകൽ ബോംബിങ്ങിന്റെ ലക്ഷ്യം. അതിനായി ഓഫീസ് സമയം വരെ കാത്തു. അതിന് ഫലവുമുണ്ടായി. ഖമീനിയും ഇറാന്റെ ശക്തമായ റെവല്യൂഷണറി ഗാർഡ് കോറിലെ ഉന്നതരും കൊല്ലപ്പെട്ടു. മറ്റുള്ളവരുടെ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഒരുപക്ഷെ മൊസാദിന്റെ ചാരവൃത്തിയും ഇസ്രയേലിന്റെയും യുഎസിന്റെയും ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങളുമാണ് ഇത്ര കൃത്യതയാർന്ന ആക്രമണത്തിന് സഹായിച്ചത്. ഭരണകൂട മാറ്റത്തെപ്പറ്റി യുഎസ് നേതൃത്വം പറഞ്ഞിരുന്നില്ല എങ്കിലും വെള്ളിയാഴ്ച മൊസാദ് ഫാർസിയിൽ അത്തരമൊരു സന്ദേശം വിട്ടിരുന്നു. ഖമീനി പോയി, ഇനി ആരാകും ഇറാനെ ഭരിക്കുക? അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആരെയെങ്കിലും അവരോധിക്കുമോ? അതോ ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കണ്ട പോലെ അരക്ഷിതാവസ്ഥയിലേക്ക് വഴുതി വീഴുമോ ഇറാൻ? ചില സാധ്യതകൾ നോക്കാം. പരമോന്നത നേതാവ് വിടവാങ്ങിയാൽ 3 അംഗ സംഘത്തിന്റെ ഭരണമാണ് ഇറാൻ ഭരണഘടന അനുശാസിക്കുന്നത്. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കും വരെയാണിത്. ഇറാന്റെ പ്രസിഡന്റ്, ജുഡീഷ്യറിയുടെ മേധാവി, ഗാർഡിയൻ കൗൺസിലിലെ ഒരംഗം എന്നിവരാണ് ഈ 3 അംഗ സംഘം. പക്ഷെ ഇവരിൽ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. തന്റെ പിൻഗാമിയാകാൻ ചിലരെ നിർദ്ദേശിച്ചിരുന്നു ഖമീനി. 2025 ജൂണിൽ ഇസ്രയേലും യുഎസും ഇറാനെ ആക്രമിച്ച സമയത്തായിരുന്നു അത്. അന്ന് ഒളിവിലിരുന്ന് ഖമീനി നിർദ്ദേശിച്ചത് 3 പേരുകളാണ്. ഒന്ന്, ഇറാനിയൻ ജുഡീഷ്യറിയുടെ തലവൻ ഗുലാം ഹുസൈൻ മുഹ്സെ എജയി. 2, ഖമീനിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹെജാസി. 3, ഹസൻ ഖൊമീനി. 1979 വിപ്ലവാനന്തരം ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള റൂഹുള്ള ഖൊമീനിയുടെ പേരക്കുട്ടിയാണ് ഹസൻ. ഇറാനിലെ പരിഷ്കരണവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട മിതവാദിയായ പുരോഹിതനാണ് അദ്ദേഹം. 6 അംഗ ഉന്നതോദ്യോഗസ്ഥരും 2 പുരോഹിതരും ചേർന്ന സംഘം അഭിമുഖം നടത്തി ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു ഖമീനിയുടെ നിർദ്ദേശം. ഖമീനിയുടെ മകൻ മൊജ്താബ പിൻഗാമിയാകും എന്ന് കേട്ടിരുന്നുവെങ്കിലും സ്വന്തം മക്കളെ ആരെയും അദ്ദേഹം നിർദ്ദേശിച്ചില്ല. തന്റെ പരമ്പരയിൽ നിന്ന് ഒരാൾ ഇനി വേണ്ട എന്നായിരുന്നു തീരുമാനം. ഖമീനിയുടെ ആശയവും നിർദ്ദേശവുമാണ് ഈ പറഞ്ഞത്. എന്നാൽ അത് ഇനി എത്രത്തോളം നടപ്പാകും എന്നത് വേറെ കാര്യം. ഖമീനി കൊല്ലപ്പെട്ടാൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിലെ ആരെയെങ്കിലും പിൻഗാമിയാക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന് വാർത്തയുണ്ടായിരുന്നു. അതാരെന്ന് വ്യക്തമായിട്ടില്ല. വെനസ്വേലയിൽ നിക്കോളാസ് മഡുറോയെ പുറത്താക്കിയ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇറാനിൽ അധികാരത്തിലേറാൻ പറ്റിയ ഒട്ടേറെ നല്ലവരുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ആക്രമണത്തെ അതിജീവിച്ച ചില അധികായർ ഇറാനിലുണ്ട്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫാണ് അതിലൊരാൾ. അദ്ദേഹത്തിന്റെ മുൻഗാമി അലി ലാറിജാനിയാണ് മറ്റൊരാൾ. പിന്നെ സാധ്യതയുള്ള ഒരാൾ മുൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയാണ്. മിതവാദിയും പരിഷ്കരണവാദിയുമായ അദ്ദേഹമാണ് 2015 അമേരിക്കയുമായി ആണവ കരാർ സാധ്യമാക്കിയത്. അധികാരമോഹവുമായി ഒരു ഇറാൻകാരൻ അമേരിക്കയിലുണ്ട്, റേസ പഹ്ലവി. 1979 ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം പോയ ഷാ മുഹമ്മദ് റേസ പഹ്ലവിയുടെ മൂത്ത മകൻ. പക്ഷേ രാജപരമ്പരയിൽപ്പെട്ട റേസ പഹ്ലവി അധികാരത്തിലേറാൻ ട്രംപിന് താല്പര്യമില്ല. അത് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക പ്രതീക്ഷിച്ച സന്തോഷമൊന്നും ഇറാൻകാർക്കില്ല. ഖമീനി മരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് കുറച്ചുപേർ മാത്രമേ തെരുവിലിറങ്ങിയുള്ളൂ എന്നാണ് വീഡിയോകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ട്രംപിന്റെ ആഹ്വാനമൊന്നും ഇറാൻകാർ അത്രയ്ക്ക് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. 9 കോടി ജനങ്ങളുണ്ട് ഇറാനിൽ. ബഹുവംശ രാഷ്ട്ര സമൂഹമാണത്. അറബ്, കുർദ്, അസീറി, ബലൂച്ച് വംശജരുണ്ട്. ഭരണപരമായ ഒരു വിടവുണ്ടായാൽ സ്വയംഭരണം ആവശ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കാത്തു നിൽക്കുകയാണവർ. ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ രംഗത്തു വരാൻ അടുത്തിടെയാണ് അമേരിക്ക കുർദുകളോട് ആഹ്വാനം ചെയ്തത്. 2003 ഇറാഖിൽ സദ്ദാം ഹുസൈനെ മറിച്ചിട്ടപ്പോഴും 2011 ലിബിയയിൽ മുഅമ്മർ ഗദ്ദാഫി സ്ഥാനഭ്രഷ്ടനായപ്പോഴും നടന്നതെന്തെന്നത് ചരിത്രം. 2 രാജ്യവും ഇപ്പോഴും രാഷ്ട്രീയമായി അസ്ഥിരം. ഇറാന്റെ ഭാവി എന്താകും? വാഗ്ദാനം ചെയ്യുന്ന ശോഭന ഭാവി നൽകാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? കാത്തിരിക്കാം.